ക്ഷമിക്കാൻ എനിക്കാവില്ല. മുമ്പ് നീ പറഞ്ഞ കഥകളൊക്കെ എനിക്കും എന്റെ മോനും അത്രമാത്രം മുറിവേറ്റതാ. ഇനി ഉണങ്ങില്ല, വേദന മാറില്ല. എന്റെ വീട്ടിലേക്ക് തിരികെ വരാമെന്നോ എന്റെ മോന്റെ കൂടെ ജീവിക്കാമെന്നുള്ള ആഗ്രഹം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ തീരുമാനിച്ചതാ. ഞങ്ങളുടെ വഴി അടവുകളുമായിട്ട് നീ വന്ന ഞാൻ പറയുന്നു. കള്ളം പറയേ നേരത്തെ പറയുകയും ചെയ്തു. പക്ഷെ നിങ്ങളെല്ലാവരും അവളെ വിശ്വസിച്ചു. ആ കള്ളിയെ കൂട്ടിക്കൊണ്ട് വരാനാണ് ഞാൻ ഇവിടുന്ന് പോയത്. നിങ്ങൾ വിചാരിച്ചു അവളെ ഹോസ്പിറ്റലിൽ കൂട്ടിക്കൊണ്ട് പോയി ചെക്കപ്പ് നടത്താൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെ ഒരു നാടകം കളിച്ചത്. ഞങ്ങൾ പോകുമ്പോ ഇവിടേക്ക് വരാൻ വേണ്ടി ഒരുങ്ങി കെട്ടി നിൽക്കായിരുന്നു ആ കള്ളി. വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞ് ഞാൻ അവളെ പിടിച്ച് കാറി കയറ്റി. എന്നിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് വിട്ടു. ഡോക്ടറെ ചെക്ക് ചെയ്യാൻ പറഞ്ഞപ്പോഴേ ഹോസ്പിറ്റലിലായതുകൊണ്ട് ഞാൻ വെറുതെ വിട്ടു. അല്ലെങ്കിൽ രണ്ടെണ്ണം പൊട്ടിച്ചേനെ ഞാൻ. എന്നാലും വല്ലാത്തൊരു ജന്മം തന്നെ അവളുടേത്. എന്നിട്ട് അതിനൊരു മാറ്റമില്ലെന്ന് വെച്ചാൽ പറഞ്ഞോ അച്ഛാ സംസാരിച്ച് മാമാൻറ്റിയെ വിശ്വസിപ്പിച്ചതാ. അവളെ വിളിച്ചില്ലല്ലോ, അതുകൊണ്ട് അവളെ നമ്മൾ വിശ്വസിക്കാൻ വേണ്ടിയാ ദേവുവിന്റെ വേറെ വഴിയില്ല. എന്റെ കൂടെ ജീവിക്കാൻ വേണ്ടിട്ടാ ഇങ്ങനൊരു കള്ളം പറഞ്ഞു.
ശരിയുണ്ട്. സ്വപ്നം കണ്ടു. അവൾ കുഞ്ഞു വേണമെന്ന് പറയുമ്പോൾ പല കാരണങ്ങളും പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറിയിരുന്നത്. പക്ഷെ പിന്നീട് അത് എന്റെയും കൂടി ആഗ്രഹപ്പെട്ടു. എന്നിട്ട് വീണ്ടും അവൾ എന്നെ കള്ളം പറഞ്ഞ് പറ്റിച്ചു, ചതിച്ചു. മനസാക്ഷിയില്ലാത്തവള് അവളെ അവൾ എന്തും ചെയ്യും. മറ്റുള്ളവരെ കുറിച്ച് അവള് ഓർക്കാതെ നമ്മുടെ വേദനയൊന്നും അവൾക്കൊന്നും അല്ലല്ലോ. നീയും അങ്ങനെയൊക്കെ തന്നെയല്ലേ? പക്ഷെ അവന് അവളോടുള്ള സ്നേഹം കള്ളമായിരുന്നില്ല. എന്ന് കണ്ടു മുതല് അവള് ഇവന്റെ മുന്നിൽ സ്നേഹം നടിച്ചിട്ടേ ഉള്ളൂ. ഇതോടെ തീർന്നു. കൂട്ടിക്കൊണ്ട് വരണമെന്ന് ഈ വീട്ടിൽ ആരും എന്നോട് പറയരുത്. കൂടുതൽ മണ്ടനാവാൻ ഞാനില്ലേ നീ എന്ന് വെച്ചാൽ നീ അവളെ ഉപേക്ഷിക്കാൻ പോവാണ്. കഴിയും. ഇടപെടണ്ട. ആ കളി അവനെ കൊണ്ട് കെട്ടിച്ചത് ഞാനാ. അവന്റെ ജീവിതം തൊലച്ചത് ഞാനാ. അതുകൊണ്ട് ഞാൻ ചെയ്ത തെറ്റ് ഞാൻ തന്നെ തിരുത്തും. അതിനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ കൂടുതൽ ഇടപെടാതിരുന്നുകൊണ്ടാ ഈ പ്രശ്നം ഇത്രയ്ക്ക് വഷളായി. ഇനി ഇത് വഷളാതെ ഇരിക്കുന്നേ ഉള്ളൂ. പ്ലാനിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും അമ്മയും ഒരുപോലെ ചിന്തിച്ചത്. ഇനി എന്തെങ്കിലും ഹെൽപ്പ് പറഞ്ഞാൽ മതി, ഞാൻ റെഡിയാ. ഒന്ന് പോടാ. ആർക്ക് വേണം നിന്റെ ഹെൽപ്പ്? ഒരു കണക്കിന് അവൾ പ്രഗ്നന്റ് ആണെന്ന് കള്ളം പറഞ്ഞത് നന്നായി. സുധി നല്ല ദേഷ്യത്തിലും വിഷമത്തിലോ. ഇത് നല്ല സമയം. അവനെ പറഞ്ഞ മനസ്സിലാക്കി ആ കള്ളിയെ ഡിവോഴ്സ് ചെയ്യിപ്പിക്കാം. നിന്നെ വീട്ടിലേക്ക് കൂട്ടുകൊണ്ട് പോയതല്ലേ? എന്ത് പറ്റി? പിന്നെ അവര് വീട്ടിലേക്കല്ല കൊണ്ടുപോയത്. പിന്നെ ഹോസ്പിറ്റലിലേക്കാ. ഹോസ്പിറ്റലിലേക്കോ? ഡോക്ടർ ഒന്ന് സ്കാൻ ചെയ്യേണ്ടി വരും. ഇവിടെ പ്രഗ്നന്റ് അല്ല, കള്ളം പറഞ്ഞതാ. ഇനി നിനക്ക് നിന്റെ വഴി, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി. ഇത്ര
ഇത്രയും കാലം മുന്നില് ഈ സൂത്രം പ്രയോഗിക്കുകയായിരുന്നു. ഇപ്പതാ അവർ പ്രയോഗിക്കാൻ തുടങ്ങി. നിന്നെ മനസ്സിലാക്കി കഴിഞ്ഞു ശ്രുതി. പ്ലാൻ പൊളിഞ്ഞു. ഇനി എന്ത് ചെയ്യും? ഇതോടെ പ്രശ്നങ്ങളും തീർന്നു എന്ന് കരുതിയതാ. വളരെ പ്രതീക്ഷയോടാ ഇവിടെ നിറങ്ങിയത്. ശ്രുതിയോടൊപ്പം ജീവിക്കാനുള്ള കൊതി കൊണ്ടാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞിട്ടും അവര് കേട്ടില്ല. ഇന്നലെ രാത്രി സ്നേഹത്തോടെ സംസാരിച്ച ശ്രുതി ഇന്ന് എന്നോട് വെറുപ്പോടെ പറഞ്ഞപ്പോ അവൻ എത്രമാത്രം സന്തോഷിച്ചു. നീ ഈ പറഞ്ഞത് കള്ളമാണെന്ന് അറിഞ്ഞപ്പോ മുന്നത്തേക്കാൾ കൂടി ഇപ്പൊ നിന്നെ വെറുക്കുന്നുണ്ടാവും. ഇനി നിനക്ക് ആ വീട്ടിൽ കയറി പറ്റാൻ എളുപ്പമല്ല ശ്രുതി. നീ ഇത്തരം കള്ളം പറഞ്ഞത് India, 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 I am gonna capture you. ശ്രുതി